നമസ്കാരം. സിനിമാ അനുഭവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഫോർ ദ പീപ്പിൾ എന്ന സിനിമയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സാബു ചെറിയാൻ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. കാലങ്ങളായി സാബു എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ജോണി വാക്കർ എന്ന സിനിമ അതിൻ്റെ ചിത്രീകരണ സമയത്ത്, അതിലെ കാസ്റ്റിങ്ങിൻ്റെ സമയത്തുമൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സാബു ചെറിയാനാണ്. സാബുവിനോട് എനിക്കൊരു ഒബ്ലിഗേഷനുണ്ട്. ഒരു സിനിമ സാബുവിന് ചെയ്തു കൊടുക്കണം. ഞങ്ങൾ പലപ്പോഴും പല സ്ക്രിപ്റ്റുകളും വർക്ക് ചെയ്തു, പല സൂപ്പർ സ്റ്റാർസിനെയും കണ്ടു. നിർഭാഗ്യവശാൽ അതൊന്നും നടന്നില്ല. അങ്ങനെ ഞാനും സാബുവും ഡെസ്പറേറ്റായി. ഞങ്ങളൊരിക്കൽ രഞ്ജി പണിക്കരുടെ വീട്ടിൽ, ഞങ്ങൾ രണ്ടാളുടെ സുഹൃത്താണ് രഞ്ജി പണിക്കർ. രഞ്ജിയുടെ വീട്ടിൽ പോന്നു. അവിടെ കുറച്ച് നേരം സംസാരിച്ച്, അവിടെ ഏതോ ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. താഴെ അവിടെ ഒരു ഗാർഡൻ പോലെയുണ്ട്, ഏതാണ്ട് സന്ധ്യാസമയം. അങ്ങനെ ഞങ്ങൾ വെറുതെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഞാൻ സാബുവിനോട് ചോദിച്ചു, സാബു, നമുക്ക് പൂർണ്ണമായും പുതുമുഖങ്ങളെ വെച്ച് ഒരു ആക്ഷൻ സിനിമ പ്ലാൻ ചെയ്താലും? സാബു ഒന്ന് ആലോചിച്ചു. തനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ആൻസർ പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു പ്രൊഡ്യൂസർ സക്സസ്ഫുൾ ആയിട്ടില്ല, അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിലും ഒരു പരീക്ഷണം, അതും മലയാള സിനിമയിൽ അതുവരെ വന്നിട്ടില്ല. പലതരത്തിലുള്ള ആക്ഷൻ സിനിമകൾ വന്നിട്ടുണ്ട്, പക്ഷേ പുതുമുഖങ്ങൾ പൂർണ്ണമായി അഭിനയിക്കുകയും അവരെ വെച്ചിട്ടുള്ളൊരു ആക്ഷൻ സിനിമ വന്നിട്ടില്ല. എന്താണ് അതിൻ്റെ പ്രമേയം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു നടന്നൊരു ഇൻസിഡൻ്റാണ്. ഒരു പോലീസ് ഓഫീസർ ബോംബെയിൽ എവിടെയോ, അദ്ദേഹം വളരെ ശക്തമായിട്ട് അനീതികൾക്കെതിരെ പോരാടുന്നൊരു പോലീസ് ഓഫീസറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ആ സമീപത്തുള്ള കുറച്ച് സാധാരണ യുവാക്കൾ, ആ കലിങ്കിലൊക്കെ ഇരിക്കുന്ന സാധാരണ യുവാക്കളുണ്ട്, അവരുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിച്ചു. അവരെ കൊണ്ട് ഈ കുറേ കാര്യം, അദ്ദേഹത്തിന് നേരിട്ട് ചെയ്യാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ചു. പക്ഷേ ആ ഓപ്പറേഷൻ വളരെ സക്സസ്ഫുള്ളായി. ആരും അറിഞ്ഞില്ല ഇതിൻ്റെ പിന്നിൽ ആരാണ്. ഈ പോലീസ് ഓഫീസറാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ശരിക്കും അതിൻ്റെ പിന്നിൽ ഈ ചെറുപ്പക്കാരായിരുന്നു. അങ്ങനെ ഒരു കഥ ഞാൻ സാബുവിനോട് പറഞ്ഞു. കഥ ഒരു പരിധിവരെ സത്യമാണ്. സാബു പറഞ്ഞു, നല്ല പ്രമേയമാണ്, നമുക്കൊന്ന് ആലോചിക്കാം, ആ പാറ്റേണിലൊന്ന് ചിന്തിക്കാം. അങ്ങനെയാണ് ആ കഥ മനസ്സിലേക്ക് കൂടുതൽ ഫോം ചെയ്ത് വന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്ന കുറേ ആൾക്കാരുടെ തിക്താനുഭവങ്ങളുണ്ട്. അവരുടെ മക്കൾ ഇന്ന് അവരെല്ലാം വളരെ വലിയ രീതിയിൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു, വളരെ കൂടുതൽ ടെക്നിക്കലി ഒരുപാട് അറിവുകളുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ ഇന്നത്തെ അനീതികൾക്കെതിരെ പോരാടിയാൽ എങ്ങനെ ഉണ്ടാവും? കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഇവിടെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആദ്യം വഴിയിലിറങ്ങുന്നത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥി സമരം അത്രയും ശക്തമായിരുന്നു. ഭരണകർത്താക്കൾ ഭയപ്പെട്ടിരുന്നു വിദ്യാർത്ഥികളെ, അവരുടെ മൂവ്മെൻറ്റിനെ. പിൽക്കാലത്ത് അത് പൂർണ്ണമായും നിർജ്ജീവമായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻ്റലിജൻറ്റ് മൂവ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നിന്നുണ്ടായാൽ അതെങ്ങനെയായിരിക്കും അതിനെ കാണുന്നത് എന്നുള്ളൊരു ചിന്തയാണ് ഡെവലപ്പ് ചെയ്തത്. അങ്ങനെ 4 സുഹൃത്തുക്കൾ, ഒരു വളരെ മിടുക്കരാണ്, നന്നായിട്ട് പഠിക്കും. അവരുടെ ബ്രില്യൻസ് ഉപയോഗിച്ചിട്ട് ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുകയാണ്. അവർ ഉണ്ടാക്കുന്ന ഒരു വെബ്സൈറ്റിലൂടെ സാധാരണ ജനങ്ങൾക്ക് കംപ്ലൈൻറ്റുകൾ അയക്കാം. ഓരോ കംപ്ലൈൻറ്റിനെതിരെയും അവർ റിയാക്റ്റ് ചെയ്യും. അവർ ഡിസ്ഗേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ പ്രത്യേക വസ്ത്രധാരണ രീതിയിലായിരിക്കും അവർ വരുന്നത്. അവരെ കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിലായിരിക്കും വരുന്നത്. കറുത്ത ഡ്രസ്സായിരിക്കും, ഹെൽമെറ്റ് ഉണ്ടാവും, ഒരിക്കലും ആരാണെന്ന് തിരിച്ചറിയില്ല, സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടാകുകയും ഒരു ഓൺലൈൻ ഫോം ചെയ്യുകയും അതിനുശേഷം ഇക്ബാൽ കുറ്റിപ്പുറത്തിനെ കൊണ്ട് അതിൻ്റെ തിരക്കഥ പൂർത്തീകരിക്കുകയും ചെയ്ത് ഞങ്ങൾ മൂവ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഇതിൻ്റെ കാസ്റ്റിംഗ് സ്റ്റോറിയിൽ ഞാൻ ഇതിൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യവശാൽ വന്ന് ചേർന്ന ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ
പാട്ടോട് പാട്ടിൻ്റെ അകത്ത്. ആ സന്ധ്യയ്ക്ക് രഞ്ജി പണിക്കരുടെ വീട്ടിൽ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കിട്ടിയ ഒരു ഗ്യാപ്പ്, എപ്പോഴോ മനസ്സിലുണ്ടായിരുന്ന ഒരു കഥയുടെ ബീജം സാബുവിനോട് പറഞ്ഞ് സാബു തന്ന ധൈര്യം അതൊരു വലിയ സിനിമയായി മാറുകയാണ്. അതിൻ്റെ ആരംഭഘട്ടത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു, കാരണം മൂവ് ചെയ്യാൻ പൈസയില്ല. പക്ഷേ ഞങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി, ഞങ്ങൾക്കെല്ലാം മുന്നിൽ ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും അതൊരു സക്സസ്ഫുൾ ആക്കണം.